അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ വളരെ ശ്രദ്ധാഭക്തി പുരസ്സരം ലളിതാദേവിയുടെ നാമസഹസ്രത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും സവിനയം നമസ്കാരം. ഈ പഠനത്തിൻ്റെ പുതിയ ഒരു ദലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുന്നൂറ്റി 72ാമത്തെ നാമം വരെ നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചു. ഇനി കാമേശ്വര പ്രാണനാഡി എന്ന് തുടങ്ങുന്ന നാമം മുതൽക്ക് അങ്ങോട്ട് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. കാമേശ്വര പ്രാണനാഡി കൃതജ്ഞാ കാമപൂജിത ശൃംഗാരരസസമ്പൂർണ ജയാ ജാലന്ധരസ്ഥിത എന്നാണ് ശ്ലോകം. ആദ്യത്തെ നാമം കാമേശ്വര പ്രാണനാഡി. കാമേശ്വര പ്രാണനാഡി. അടുത്തത് കൃതജ്ഞ. പിന്നീട് കാമപൂജിത. പിന്നീട് ശൃംഗാരരസസമ്പൂർണ. ഇത് ചൊല്ലുമ്പോൾ 2 ര എന്നുള്ള അക്ഷരം അടുത്തടുത്ത് വരുന്നു. ആ 2 ര എന്നും ഉച്ചരിക്കണം. ശൃംഗാരസമ്പൂർണ എന്ന് ധൃതി പിടിച്ച് ചൊല്ലരുത്. ശൃംഗാരരസസമ്പൂർണ എന്ന് ചൊല്ലുക. ശൃംഗാര രസ സമ്പൂർണ കൂടി ചേർന്ന് ശൃംഗാരരസ സമ്പൂർണ. പിന്നീട് ജയ എന്ന അടുത്ത നാമം ജാലന്ധരസ്ഥിത. 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 പിന്നെ ഓഡ്യാണപീഠനിലയ. ഓഡ്യാണപീഠനിലയ. അടുത്ത നാമം ബിന്ദുമണ്ഡലവാസിനി. ബിന്ദുമണ്ഡലവാസിനി. പിന്നീട് രഹോയാഗക്രമാരാധ്യ. രഹോയാഗക്രമാരാധ്യ. രഹ യാഗക്രമ ആരാധ്യ എന്ന് ഒന്നിച്ചു ചേരുമ്പോൾ രഹോയാഗക്രമാരാധ്യ. രഹസ്തർപ്പണ തർപ്പിത. രഹ തർപ്പണ തർപ്പിത. ഒന്നിച്ച് രഹസ്തർപ്പണ തർപ്പിത. ഈ നാമം ഓഡ്യാണപീഠനിലയ ബിന്ദുമണ്ഡലവാസിനി രഹോയാഗക്രമാരാധ്യ രഹസ്തർപ്പണ തർപ്പിത എന്ന് വരുന്നു ഈ ശ്ലോകം. അടുത്ത നാമം സദ്യ പ്രസാദിനി. ഇതൊരു ഒരൊറ്റ നാമമാണ്. ഇടയിൽ വിസർഗം വരുന്നു എന്ന് വിചാരിച്ച് അത് 2 നാമമല്ല. സദ്യ എന്നും പ്രസാദിനി എന്നും വെവ്വേറെയല്ല. സദ്യ പ്രസാദിനി. സദ്യ എന്ന് വെച്ചാൽ വേഗ്, പ്രസാദിക്കുന്നവൾ. സദ്യ പ്രസാദിനി എന്നൊന്നിച്ച് ചൊല്ലണം. വിശ്വസാക്ഷിണി സാക്ഷിവർജിത എന്ന അടുത്ത 2 നാമങ്ങൾ. ഇവിടെ ഇത് ചൊല്ലുന്ന സമയത്ത് സദ്യ പ്രസാദിനി വിശ്വ സാക്ഷിണി സാക്ഷിവർജിത എന്നാകാതെ ശ്രദ്ധിക്കുക. സദ്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത. സദ്യപ്രസാദിനി
വിശ്വസാക്ഷിണി, സാക്ഷിവർജിത എന്ന 3 നാമങ്ങളാണ് അത് എന്ന് ഓർമ്മ വയ്ക്കുക. ഷഡംഗ ദേവതായുക്ത, ഷഡംഗ ദേവതായുക്ത കൂടി ചേർന്ന് ഷഡംഗ ദേവതായുക്ത. പിന്നീട് ഷാഡ്ഗുണ്യ പരിപൂരിത, ഷാഡ്ഗുണ്യ പരിപൂരിത, ഷാഡ്ഗുണ്യ പരിപൂരിത. പിന്നീട് നിത്യക്ലിന്ന, നിത്യക്ലിന്ന, നിത്യക്ലിന്ന. നിരുപമ, നിരുപമ, നിരുപമ. നിർവാണ സുഖദായിനി, നിർവാണ സുഖദായിനി, നിർവാണ സുഖദായിനി. നിത്യാഷോഡശികാരൂപ, ഒന്നിച്ച് ചൊല്ലണം. നിത്യ എന്നൊരു നാമമല്ല, നിത്യാഷോഡശികാരൂപ. നിത്യാഷോഡശിമാരാകുന്ന ദേവിമാരുടെ രൂപം ധരിച്ചവൾ എന്നാണ്. അപ്പൊ ഒന്നിച്ചത് മുറിക്കാതെ നിത്യാഷോഡശികാരൂപ എന്ന് ഒന്നിച്ച് ചൊല്ലണം. ശ്രീകണ്ഠാർദ്ധ ശരീരിണി, ശ്രീകണ്ഠ അർദ്ധ ശരീരിണി, ശ്രീകണ്ഠാർദ്ധ ശരീരിണി. ശ്രീകണ്ഠ എന്നൊക്കെ ശ്രദ്ധിച്ച് ഉച്ചരിക്കുക, കണ്ഠ എന്നാവരുത്. ശ്രീകണ്ഠ എന്ന്. ഇതിനു മുമ്പേ ഓഡ്യാണ പീഠ, ഇവിടെയൊക്കെ അക്ഷരം ശ്രദ്ധിച്ച് ഉച്ചരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി പ്രഭാവതി, അടുത്ത നാമം പ്രഭാരൂപ. പിന്നീട് പ്രസിദ്ധ, പിന്നീട് പരമേശ്വരി, പിന്നീട് മൂലപ്രകൃതി, വിസർഗമുണ്ട്, മൂലപ്രകൃതി. അത് കഴിഞ്ഞ് അവ്യക്ത എന്ന നാമം. അപ്പോ മൂലപ്രകൃതി എന്ന വിസർഗവും അവ്യക്ത എന്ന നാമവും കൂടി ചേർന്ന് മൂലപ്രകൃതി അവ്യക്ത എന്ന ശ്ലോകത്തിൽ ഒന്നിച്ചെഴുതി കാണാം. പിന്നീട് വ്യക്ത അവ്യക്ത സ്വരൂപിണി, ശ്രദ്ധിച്ചുച്ചരിക്കൂ. വ്യക്ത അവ്യക്ത സ്വരൂപിണി, വ്യക്ത അവ്യക്ത സ്വരൂപിണി എന്ന് അടുത്ത നാമം. പിന്നീട് വ്യാപിനി, പിന്നെ വിവിധാകാര, വിവിധ ആകാര, വിവിധാകാര. അടുത്തത് വിദ്യാവിദ്യാസ്വരൂപിണി. നേരത്തെ വ്യക്ത അവ്യക്ത എന്ന് പറഞ്ഞതുപോലെ തന്നെ വിദ്യ അവിദ്യ സ്വരൂപിണി കൂടി ചേർന്നിട്ടാണ് വിദ്യാവിദ്യാസ്വരൂപിണി എന്നാവുന്നത്. ഇനി അടുത്ത നാമം മുറിക്കാതെ ചൊല്ലേണ്ട നാമം, മുറിക്കാതെ ചൊല്ലേണ്ട ശ്ലോകഭാഗം അത് ശ്രദ്ധിച്ച് മുറിയാതെ കണ്ട് ചൊല്ലുക. മഹാകാമേശ നയന കുമുദ ആഹ്ലാദ കൗമുദി എന്നാണ് നാമം. മഹാകാമേശ നയന കുമുദ ആഹ്ലാദ കൗമുദി. ഇവിടെ മഹാകാമേശ നയന കുമുദ ആഹ്ലാദ കൗമുദി എന്നാണ് നാമം. അപ്പൊ അവിടെ ഉച്ചാരണത്തിൽ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുക. മഹാകാമേശ നയന കുമുദ ആഹ്ലാദ കൗമുദി ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് മഹാകാമേശ നയന കുമുദ ആഹ്ലാദ കൗമുദി എന്നൊരു നാമമായി അത് പരിണമിക്കുന്നത്. പിന്നീട് ഭക്തഹാർദ തമോഭേദ ഭാനുമത് ഭാനുസന്തതി എന്ന ഒരൊറ്റ നാമം, വിസർഗമാണ് അവസാനം. സന്തതി അല്ലെങ്കിൽ സന്തതിഹി എന്ന് ഉച്ചരിക്കുക. ഭക്തഹാർദ തമോഭേദ ഭാനുമത് ഭാനുസന്തതിഹി.
മുറിക്കാതെ ചൊല്ലണം. ഭക്തഹാർദ തമോഭേദ ഭാനുമത് ഭാനുസന്തതി. പിന്നീട് ശിവദൂതി. അടുത്തത് ശിവാരാധ്യ. പിന്നീട് ശിവമൂർത്തി, വിസർഗമുണ്ട്. ശിവമൂർത്തി, ശിവങ്കരി. ശിവമൂർത്തി എന്ന് വിസർഗം കഴിയുന്ന പദവും ശിവങ്കരി എന്ന അടുത്ത പദവും ഒരുമിച്ച് വായിക്കുമ്പോൾ ശിവമൂർത്തി ശിവങ്കരി എന്ന് വായിക്കുക. അപ്പൊ ഇതുവരെ ഉള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. കാമേശ്വര പ്രാണനാഡീ കൃതജ്ഞ കാമപൂജിത ശൃംഗാരരസസമ്പൂർണ ജയാ ജാലന്ധരസ്ഥിത കോഡ്യാണപീഠനിലയാ ബിന്ദുമണ്ഡലവാസിനി രഹോയാഗക്രമാരാധ്യാരഹസ്തർപ്പണതർപ്പിത സദ്യഃ പ്രസാദിനി വിശ്വസാക്ഷിണീ സാക്ഷിവർജിത ഷഡംഗദേവതായുക്ത ഷഡ്ഗുണ്യപരിപൂരിത നിത്യക്ലിന്നാ നിരുപമാ നിർവാണസുഖദായിനി നിത്യാഷോഡശികാരൂപാ ശ്രീകണ്ഠാർദ്ധശരീരിണി പ്രഭാവതി പ്രഭാരൂപാ പ്രസിദ്ധാ പരമേശ്വരി മൂലപ്രകൃതിരവ്യക്താ വ്യക്താവ്യക്തസ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യാവിദ്യാസ്വരൂപിണി മഹാകാമേശനയന കുമുദാഹ്ലാദ കൗമുദി ഭക്തഹാർദതമോഭേദ ഭാനുമദ്ഭാനുസന്തതി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഇന്ന് നോക്കി. ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം തുടരാം. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം.